CPIയെ UDFിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദം മുസ്ലിം ലീഗ് ഉയർത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് കൃത്യമായി പറയുകയാണ്, CPIയുടെ വിജയസാധ്യത നോക്കി മാത്രമേ അവർക്ക് സീറ്റ് കൊടുക്കാവൂ. അതുമാത്രമല്ല, CPIയുടെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ളത് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യണം. അതിനകത്ത് മുന്നണി സംവിധാനം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട്. അതാത് ജില്ലകളിലെ ജില്ലാ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ എല്ലാം തന്നെയുണ്ട്. നമുക്കറിയാം, UDFിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിഭാജ്യ ഘടകമായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. CPIക്ക് ഏറ്റവും കൂടുതൽ ജയിക്കാൻ കഴിയുന്നത് പരമാവധി 10 സീറ്റുകളാണ്. അതല്ല, ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെയാണ് CPI ഇപ്പോൾ ജയിച്ചിരിക്കുന്ന 14 സീറ്റ് എന്ന ടാലിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ വോട്ടുകൾ കൺസോളിഡേറ്റഡ് അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം അങ്ങ് വടക്കോട്ട് നോക്കുമ്പോൾ, അതായത് എറണാകുളം കഴിയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലും അങ്ങോട്ടുള്ള ജില്ലകളിൽ ഒക്കെ തന്നെ CPIയുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസോളിഡേറ്റഡായി വരുന്നത് ആകെ തൃശ്ശൂരിൽ മാത്രമാണ്. എന്നാൽ ആ തൃശ്ശൂരിലാണ് കൃത്യമായി BJPക്ക് സഹായം ചെയ്തുകൊണ്ട് CPM അള്ളുവെച്ചത്. CPIക്ക് ഇത് പൊറുക്കുന്നതിലും അധികമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ CPIയിലെ എല്ലാവരും ഒരുപോലെ ഇടതുപക്ഷം വിടും എന്ന് കരുതാൻ കഴിയില്ല. അതിനകത്ത് വിഭാഗീയത കടുത്തു വന്നിരിക്കുകയാണ്. ഔദ്യോഗിക പക്ഷവും അതുപോലെ KE ഇസ്മായിൽ പക്ഷം എന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ബിനോയ് വിശ്വം CPMനോട് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ പോലും വ്യക്തമായി CPI ഇടതുപക്ഷം വിടും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യാശ പറയുന്നില്ല. CPM കാണിക്കുന്നത് തരം താഴ്ന്ന രാഷ്ട്രീയമാണ് എന്നൊക്കെ അതിശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്. CPIയുടെ മുഖപത്രം ജനയുഗത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനം പലതവണയായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ എഡിറ്റോറിയൽ നയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനം, രാഷ്ട്രീയ വ്യതിയാനം, അതിൻ്റെ ഒരു തെളിവാണ്, പ്രഖ്യാപിത തെളിവ് കൂടിയാണ്. CPIയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ CPMനെതിരെ ശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ KE ഇസ്മായിൽ പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയിലേക്ക് മലബാർ മേഖലയിലുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് CPIയുടെ കാസർഗോഡ് ജില്ലാ ഘടകവും പാലക്കാട് ജില്ലാ ഘടകവും ഒക്കെ തന്നെ KE ഇസ്മായിലിൻ്റെ വാക്കിനോട് കൃത്യമായി അനുഭാവം പുലർത്തിയിരിക്കുന്നു. CPIക്ക് ഇനിയും കടിച്ചു തൂങ്ങേണ്ട സാഹചര്യമില്ല. അങ്ങനെ വന്നാൽ ഇടതുപക്ഷത്തിനുള്ളിൽ വെച്ച് തന്നെ CPIയിൽ സ്പ്ലിറ്റ് ഉണ്ടാകും. അതിൽ പ്രബല വിഭാഗം ഒരുപക്ഷെ UDFിലേക്ക് പോയാൽ പിന്നെ ബാക്കിയുള്ളവരെ CPIM മനഃപൂർവ്വം ബോധപൂർവം തന്നെ ഒതുക്കാൻ ശ്രമിക്കും. CPIMന്, പ്രത്യേകിച്ച് പിണറായി വിജയന്, CPI എന്ന രീതിയിലേക്ക് രാഷ്ട്രീയപരമായി അവർ നിൽക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പിണറായി വിജയൻ ഏകാധിപതിയാണ്. ഒറ്റയ്ക്ക് അധികാരം എന്ന രീതിയാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒറ്റയ്ക്ക് 70 സീറ്റ് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചാൽ മാത്രമേ അവർക്ക് തോന്നുന്ന രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് രാഷ്ട്രീയപരമായി ആർക്കും അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല. ഇവിടെ മുന്നണി സംവിധാനത്തിന് മാത്രമേ വേരുറപ്പുള്ളൂ. അത് മാത്രമേ വേരോട്ടം നടത്താൻ കഴിവുള്ളൂ. അത് പക്ഷേ CPIയോട് കാണിക്കുന്ന ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന റിസർച്ച്, അതായത് ഒരു ഗവേഷണാർത്ഥം നടത്തുകയാണ് CPMും പോഷക സംഘടനയായ SFIയും DYFIയും എല്ലാം ചേർന്ന്. അതിനെ നിശ്ചിതമായി തന്നെ CPI വിമർശിക്കുന്നുണ്ട്. ലീഗ് ഏതായാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, CPIയെ മുന്നണിയിലേക്ക് എടുക്കുകയാണെങ്കിൽ തുറന്ന ചർച്ച മുന്നണിയിൽ UDFിൽ കൃത്യമായി വേണം.